ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ തുടരും എന്ന സിനിമ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ട ദിവസമാണല്ലോ ഇന്ന്. ലാലേട്ടന്റെ രണ്ടാമത്തെ 200 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ തമിഴ് ഡബ് വെർഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലേക്ക് എത്തിയത്. നേരത്തെ മലയാളം പതിപ്പിലൂടെ ഒറിജിനൽ പതിപ്പിലൂടെ തന്നെ 3 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ ഒരാഴ്ച മുന്നേ പിന്നിട്ടു എന്ന റിപ്പോർട്ടുകളുള്ള സിനിമയുടെ തമിഴ് ഡബിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം തമിഴ്നാട്ടിൽ വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ഇന്നത്തെ കളക്ഷനോടെ 3 ദിവസങ്ങൾ കൊണ്ട് തമിഴ് ഡബ് പതിപ്പിലൂടെ മാത്രം 1 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ മികച്ചൊരു തുടക്കം സിനിമയുടെ തമിഴ് ഡബ് അവിടെ നേടിയെടുത്തിരിക്കുകയാണ്. പല തമിഴ് സിനിമകൾ അടുത്ത കാലത്തെല്ലാം തന്നെ 1 കോടിയെല്ലാം തന്നെ കേരള ഗ്രോസ് നേടിയെടുക്കാനായിട്ട് പെടാപ്പാട് പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തുടരും തമിഴ്നാട്ടിൽ പോയി 2 ഭാഷകളിൽ മികച്ച കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൃത്യമായ തമിഴ്നാട് കളക്ഷൻ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്. ഇനി നമ്മുടെ മെഗാസ്റ്റാറിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് കാര്യമായ വാർത്തകളോ അതോടൊപ്പം തന്നെ ലൈം ലൈറ്റിൽ മമ്മൂട്ടിയെ കാണാത്തൊരവസ്ഥയെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇതിനോടകം തന്നെ നിരാശരായിരിക്കുന്ന മമ്മൂട്ടി ആരാധകർക്ക് മുന്നിലേക്ക് മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നൊരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ഏകദേശം 1-2 മാസം മുന്നേ എല്ലാം തന്നെ തമിഴ്നാട്ടിലായിരിക്കുന്ന മെഗാസ്റ്റാർ ഇപ്പോഴത്തെ കൊച്ചിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നു. ഏത് നിമിഷവും ഒരു എൻട്രി കേരളത്തിലേക്ക് പ്രതീക്ഷിക്കാം എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല കളങ്കാവൽ എന്ന അടുത്തതായിട്ട് മമ്മൂട്ടിയുടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻസിലും മെഗാസ്റ്റാർ പങ്കെടുക്കും എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ 2 സിനിമകളിലും ഓഫ്ലൈൻ പ്രൊമോഷൻസിൽ പങ്കെടുത്തില്ല. ഇത്തവണ കളങ്കാവലിൽ പങ്കെടുക്കുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ അതൊരു പോസിറ്റീവ് വാർത്ത തന്നെയാണ് എന്ന് പറയാം. ഇതിനിടയിലെ കളങ്കാവൽ റിലീസ് തീയതി ഇനിയും ലോക്ക് ചെയ്തിട്ടില്ല. നേരത്തെ മെയ് അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടും പിന്നെ ജൂൺ 5-ാം തീയതി റിലീസ് ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ജൂൺ 5 ഒരു സമയത്ത് ലോക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ട്സ് വന്നെങ്കിലും ഇനിയും റിലീസ് തീയതി കൺഫേം ആക്കപ്പെട്ടിട്ടില്ല. എന്തായാലും സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻസിൽ പങ്കെടുക്കുമ്പോൾ മെഗാസ്റ്റാർ ഒപ്പം തന്നെ വിനായകൻ ഒരുമിച്ചുള്ള ഒരു അഭിമുഖമെല്ലാം തന്നെ കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.